ഒക്കെ പാല് ഇതായിട്ട് ഓരോരോ എത്ര നമ്മള് തുടങ്ങിയത് ഞാനൊരു വിശദമായിട്ടൊരു സ്പീച്ച് പറയുന്നുണ്ട്. 97 അല്ല എല്ലാവരും ഇല്ല 96 ഒന്നല്ല, അതിനാള് മുമ്പ് 94 അതിനാൾ കഴിഞ്ഞിട്ട് അപ്പൊ ചാവിയോ അതെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അവൻക്കൊക്കെ ആവശ്യമുള്ള ഫോട്ടോ ഈ ക്യാമറ എടുക്കുന്ന ഈ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോ എടുക്കണം. അല്ലല്ലോ ഐഫോൺ അതിൽ നല്ല ഇതൊക്കെ ഷെയർ ചെയ്തോളൂ കേട്ടാ. മെസ്സേജ് നമുക്കൊക്കെ ഫുഡ് കുക്ക് ചെയ്യല്ലേ? മെസ്സേജ് തിരക്കാ. നിങ്ങൾ നീങ്ങിക്കട്ടാ. Okay, this one here. Okay, can you take care of this? Yeah. Where's Danny? Just record it. ഒന്ന് കൂടിക്കും നല്ലുണ്ടാകില്ല അടുത്ത ഓക്കെ എടുത്തോ ഒരു ഫ്ലാഷ് ബ്ലൂ ആൻഡ് വൈറ്റ് ഇടണമെന്ന് കുട്ടികളുടെ അല്ല ആരെങ്കിലും ഒരാൾ ഇത് ഫോട്ടോയുടെ ഒരു അവര് വരട്ടെങ്കിൽ അവർ കൂടെ വന്നിട്ട് Okay, first song is Silent Night. Silent Night. അത് കഴിഞ്ഞിട്ട് അധികം സൗണ്ട് ഒന്നുമില്ല. അവർക്ക് പറഞ്ഞാ എല്ലാരും ഫോട്ടോ പിക്ചർ ഞാൻ എടുക്കാം. നമുക്ക് നാളെ എടുക്കാം. Okay, Silent Night. Okay, I'll start.
പിള്ളേര് പാടണം. Isaac, behave. സമ്മതിക്കണം നമ്മുടെ പിള്ളേരെ. ഉറങ്ങുന്നോ? പ്ലീസ്. അവളെ ഫ്രീ ആയിട്ട് വിട്ടായിരുന്നു. നിങ്ങളെ കുറച്ചുകൂടെ വന്നോളം മനസ്സിലാകുന്നില്ല. അടുത്തേക്ക് ഓക്കെ 1 2 3. Okay, guys, ദൈവം പറയുന്നു. കഴിഞ്ഞില്ലേ? Jingle bells. Okay, jingle bells, okay? English starting with jingle bells and then coming back, okay? അതിനെ പാടാനായിട്ട് അത് പോയി എന്താണ് ഓക്കേണാ? Okay. Okay, ready?
മരിക്കാൻ പറ്റൂല. അതിനല്ല രാഷ്ട്രീയാണ് ഈ പറഞ്ഞത്. രാഷ്ട്രീയത്തിലാണ് ഇത് സംഭവിക്കുക. ടെക്നിക്കൽ സൈഡ് വെച്ച് നോക്കിയാൽ സംഭവിച്ചിരിക്കും. പറ്റില്ല അത്. കാരണം ഇതിന്റെ താഴോട്ട് എത്ര പോയിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. ഇതിനൊരു ഡ്രോയിങ്സ് ഇല്ല. ഒന്നില്ലാതെ പക്ഷെ ഇവിടെ ഇതിന്റെ ടണല് പണിയുമ്പോ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഈ വലിയ കോർ എടുത്തിട്ട് ഈ 10-60 അടി കോറ് പൊട്ടാതെ ആ കോറിനെ ഓരോ ലെയറിലും ഓരോ മീറ്ററിലും എന്താണ് സ്ട്രെങ്ത് അത് നോക്കിയപ്പോ അതിനകത്ത് കുറച്ച് ഇറങ്ങി നിൽക്ക്, കുറച്ച് ഇറങ്ങി നിൽക്ക്, ഇറങ്ങി നിൽക്ക്, ഇറങ്ങി നിൽക്ക്. സൂക്ഷിച്ച് സഭാചേട്ടൻ തടി കുറഞ്ഞു ബേസിക്കലി. പിന്നെ ഓച്ചാന്താടി ബിജു ആണ് ഭയങ്കരമായിട്ട് മാറിയേക്കണേ. ഇപ്പോഴത്തെ ഹാർഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രായം അല്ലേ? ശരിക്കും ഇന്ന് എങ്കിലും പൈസ ആയിരുന്നു. പൈസ അല്ലേ? സാനി മസ്റ്റ് ബി ഗ്രേറ്റ്. Checking 1 2. Testing 1 2. രണ്ടുപേരും വന്നിട്ട് ഓടാൻ ഞാൻ വേണമെങ്കിൽ അയറി തന്നെ. ഞങ്ങള് നാട്ടിൽ പോണേ. ഈശോ കവളിവിടാ മതി. ആ
We have like the older photos. Amici received a lot of them. It's so different. സഭാടിയന്റെയും മെസ്സേജിന്റെയും വീട്ടില് നമ്മള് ഏതാണ്ട് ഒരു 94-95 തൊട്ടാണ് കൂടാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോ എന്റെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വീക്കെൻഡ്സിൽ വന്ന് അടിച്ചു പൊളിക്കാനായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും സഭാട്ടിയനെ വിളിച്ചിട്ട് സഭാട്ടിയേട്ട ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്നോ പറയുള്ളൂ, വരട്ടേന്നോ അവിടെ വല്ല ഗസ്റ്റ് ഉണ്ടോന്നോ അല്ല നിങ്ങൾക്ക് സൗകര്യം ഉണ്ടോന്നോ ഞാൻ നോക്കാറില്ല, ഞാൻ പറയാറില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോ അത് ഞാൻ എന്റെ വീട്ടുകാരോട് മാത്രമേ പറയുള്ളൂ. അപ്പോ ഞാനും നൂതനും പറയാറുണ്ട്, നമുക്ക് ഒരു വീടിന്റെ പ്രതീതിയാണ് ശരിക്കും സഭാടിയന്റെയും മെസ്സേജിന്റെയും വീട്ടിലേക്ക് വരുമ്പോ. അപ്പൊ ചെറുപ്പകാലത്ത് പറയുകയാണെങ്കിൽ പഠിത്തത്തിന്റെ ഇടയിലൊക്കെ ഒരു റിലീഫ്. പിന്നെ സവാഡിയന്റെയും മെസ്സേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയധികം സഹൃദയത്തെ ഉള്ള മനസ്സുകൾ ഞാൻ അധികം കണ്ടിട്ടില്ല. അതിപ്പോ നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. സവാഡിയന്റെ വീടും മനസ്സും നമുക്കായി തുറന്നിട്ടുണ്ട്. എപ്പോ വേണമെങ്കിലും വരാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ വീട് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് പറയുകയാണെങ്കിൽ പലതരം എന്താ പറയാ നമ്മുടെയൊക്കെ ചിരികളും ലേശം കരച്ചിലുകളും ഇൻഫാക്ച്വേഷൻസ് ഒക്കെ അങ്ങനെ ശരിയാവാണ്ട് വരുമ്പോഴുള്ള കരച്ചിലുകളും ചെറുപ്പകാലത്ത്. പിന്നെ അട്ടഹാസങ്ങളും എന്ന് പറഞ്ഞാൽ പാട്ടൊക്കെ പാടി അവസാനം അട്ടഹാസവും എന്തിനു പറയണു, നമ്മുടെ എല്ലാം മൂത്രവും ഛർദിയും ഈ വീട് സഹിച്ചിട്ടുണ്ട്. ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ് മൂത്രം ഛർദി ആണുങ്ങളുടെ. സഭാട്ടിയനും മേശേച്ചിയും ഇത്രയ്ക്കും മനസ്സ് തുറന്നിട്ടുള്ള ആളുകളെ കണ്ടുകൊണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഈ സമയം മുഴുവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ജീവിതത്തിന്റെ അടുത്ത അധ്യായം തുറന്ന സമയത്ത് എനിക്ക് ഇവരെല്ലാരും മിസ് ചെയ്യും. പക്ഷേ
നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു നല്ലൊരു വീട് ഇവര് കൊച്ചിയില് പണിതിട്ടുണ്ട്. അപ്പൊ ഇനി ആ വീട് അലമ്പാക്കുന്ന പരിപാടിയൊന്നും അതെ. പിന്നെ അതൊക്കെ കഴിച്ചു കൊടുത്ത് So, Stanley and Savio, okay? I have been seeing you. Basically, you guys grew up in our midst, okay? I think Stanley was about 11 or 12, and Savio, you were about 8, 9, and I've seen you grow up. We have seen you grow up and become successful young men, and I always wish that my kids would be like you guys, okay? So as parents, I think Sabatiran and Mercedes has done a wonderful job raising you up. Sabatiran and Mercedes has opened their hearts and their houses for us. So you guys, when they are in India, you know all our numbers. All you have to do is just call. Okay? We will be there for you. And whatever you need, just give us a call. I'm sure everybody here agrees with me that, you know, we are all family. Okay? Thank you so much. I mean, this is not the end by any means. Okay? This is just another beginning. And we are on a journey. And it's just another chapter in life, okay? So, thank you so much, Sabatiran Marisechi. നിങ്ങളുടെ ഈ തുറന്ന മനസ്സിനും ഈ സഹൃദയത്തിനും വളരെ വളരെ നന്ദി. താങ്ക് യു. ഇനി വേറെ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. കാര്യങ്ങളൊക്കെ തന്നെ ആണ് നമ്മൾ പറഞ്ഞേക്കുന്നതാണ്. ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളല്ല. എല്ലാവരുടെയും മനസ്സിനകത്ത് സഭാട്ടിയിലുള്ള സ്ഥാനം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതാണ്. ആ ഒരു ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകണം. പറ്റുന്നിടത്തോളം കാലം നമ്മൾ ആ രീതിയിൽ തന്നെ പോകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതിനുള്ള എല്ലാവിധ എഫേർട്സും എപ്പോഴും എന്റെ തന്നെ എപ്പോഴും ഉണ്ടാവും. ഒരിക്കലും കാരണം സാവി പറഞ്ഞതിനപ്പുറത്തൊന്നും പറയാനില്ല. എനിവേ, പക്ഷെ നമുക്കൊക്കെ ഒരു മാതൃകയാണ് സത്യം പറഞ്ഞ സവാടിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെ കൊണ്ടൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് സവാടിയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ നമ്മുടെ കാര്യങ്ങളിൽ ശേഷം സാവ്യ പറഞ്ഞ കണക്ക് തന്നെ ഞാൻ അങ്ങോട്ട് വരികയാണ് എന്നുള്ളൊരു വർത്തമാനം മാത്രമേ പറയാറുള്ളൂ. നിങ്ങൾക്ക് വൈകുന്നേരം പാർട്ടി ഉണ്ടോ ഇതുണ്ടോ ഒന്നും ചോദിക്കാറൊന്നുമില്ല. ഒരു കാര്യങ്ങളും ചോദിക്കാറില്ല. നമ്മൾ പറയാൻ വി ആർ കമ്മിങ് ദം. ഈവൻ ഈ പറഞ്ഞ ഇന്ന് കൂടിയത് പോലും നമ്മളങ്ങോട്ട് ഞാനും ബോസും കൂടെ ഇരുന്നിട്ട് അങ്ങ് ഡിസൈഡ് ചെയ്യുമായിരുന്നു. ശരിക്കും പറഞ്ഞാല് ഞങ്ങളങ്ങോട്ട് വരുവാന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കെല്ലാം ശരിക്കും പറഞ്ഞ ഒരു മാതൃകയാണ് ശരിക്കും പറഞ്ഞാല്. പക്ഷെ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചെങ്കിൽ പോലും ദൈവാനുഗ്രഹവും നമ്മുടെയൊക്കെ ഇതുകൊണ്ടായി സവാട്ടിയ നമ്മളെയൊക്കെ മുകളിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. നമുക്കാർക്കും നമ്മളെല്ലാരും ഇവിടെ തന്നെ ജീവിക്കുന്നതാണെങ്കിലും സവാട്ടിയേട്ടനെയും നമ്മുടെ കൂടെ ഒക്കെ എൻജോയ് ചെയ്തിട്ടാണെങ്കിലും അവര് നാട്ടില് ഇപ്പൊ എങ്ങനെ വേണം ജീവിക്കാനുള്ള ഒരു എനിക്ക് തോന്നുന്നില്ല അവര് ഏറ്റവും നല്ല സന്തോഷത്തിലായിരിക്കും ജീവിക്കാൻ പോണ. നാട്ടിൽ തന്നെ വീട് പോയി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും കാര്യങ്ങളും പറയുന്നത് അതങ്ങനെയാ പറയുന്നത്. കാരണം ഒരുപാട് സാക്രിഫൈസും കാര്യങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് അത് മുടക്കിയാൽ എങ്ങനെയാണ് ചിന്തിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇതൊന്നും ചിന്തിക്കുക